Hi friends. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അത് +2 കമ്പ്യൂട്ടർ സയൻസുകാരുടെ മൂന്നാമത്തെ ചാപ്റ്റർ. ഓക്കെ, വാട്ട് ഈസ് എ ഡാറ്റ സ്ട്രക്ചർ? എന്താ ഒരു ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ? ഡാറ്റ സ്ട്രക്ചർ മീൻസ് ഇറ്റ് ഈസ് എ പർട്ടിക്കുലർ വേ ഓഫ് ഓർഗനൈസിങ് ഡാറ്റ ഐറ്റംസ്. It is a particular way of organizing data items in the memory. മെമ്മറിയിൽ നമുക്ക് എങ്ങനെയൊക്കെ ഡാറ്റ ഓർഗനൈസ് ചെയ്യുക എന്ന് പറയുന്നതിനാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഡാറ്റ സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. ഓക്കെ, മെയിൻലി the data structure is classified into two. Data structure is classified into two. Data structure, that is simple data structure. Simple data structure and compound data structure. Mainly the data structure is classified into two types: simple data structure and compound data structure. Okay, in simple data structure, that is we are already discussed simple data structure, that is array and structure. Array and structure belongs to simple data structure. These two data structure, this we are already discussed in the previous chapters. That is, the array is nothing but array is a continuous memory location of same type. You know that. Structure is used to group different type of data items. Namala computer science la first chapter, that is structure is used to group different data types, used to group different data types that are logically related. Now compound data structure is again classified into linear data structure. Linear data structure and non-linear data structure. Non-linear data structure. Okay, in linear data structure there are, here we are discussing stack, then queue, and then linked list. In linear data structure we are discussing stack, queue and linked list. Okay, then non-linear data structure, tree, graph. Okay, here this in non-linear data structure, ഈ ട്രീ ഗ്രാഫ് എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ സിലബസിൽ ഇല്ല. ഈ ട്രീ ഗ്രാഫ് നിങ്ങൾക്ക് പഠിക്കാൻ ഇല്ല. ഓക്കെ, ഇത് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിന്റെ ഹയർ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പഠിക്കാൻ, നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഇൻ ദിസ് ചാപ്റ്റർ we are already discussed. Array and structure we are already discussed. Okay, ഇത് നമുക്ക് പഠിക്കാൻ ഇല്ല. ഇനി ഏതേ പഠിക്കാനുള്ളൂ? സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്. ഈ മൂന്ന് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഏതൊക്കെ? സ്റ്റാക്ക്, ക്യൂ ആൻഡ് ലിങ്ക്ഡ് ലിസ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാക്ക്. സ്റ്റാക്ക്. ഓക്കെ, എ സ്റ്റാക്ക് ഈസ് എ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഡാറ്റ സ്ട്രക്ചർ. എന്താണ് എ സ്റ്റാക്ക് ഈസ് എ? എന്താണ് ഫസ്റ്റ് പോയിന്റ് ഈസ് എന്താണ്? ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. A stack is a last in first out data structure, or simply we can call LIFO. LIFO data structure. LIFO means the last in first out data structure. Okay, in which insertion and deletion is possible at only one end. Okay, that is എന്താണ്? it is a last in first out data structure in which insertion and deletion is possible through only one end called the top of the stack. That is,
ഇല്ലെങ്കിൽ നിങ്ങൾ റിയൽ ലൈഫിൽ ഒന്ന് സ്റ്റാക്ക് ഓഫ് പ്ലേറ്റ്, അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഹോട്ടലിൽ പോകുമ്പോൾ ഹോട്ടലിൽ പിന്നെ കാഷ്യറുടെ മേശപ്പുറത്ത് എന്താ ബില്ല് ഉണ്ടാവും. ഈ ബില്ല് നമ്മളെങ്ങനെ എന്താ ഒരു ചെറിയൊരു ഒരു വലിയൊരു പിന്നെ ഒരു സൂചി പോലെ ഒരു വലിയൊരു ഇതുണ്ടാവും, ഒരു റോഡ് ഉണ്ടാവും. അതിലേക്ക് ഇങ്ങനെ എന്ത് ചെയ്യണം, ബില്ല് ഇങ്ങനെ മുകളിൽ എന്ത് ചെയ്യണം, പുഷ് ചെയ്യണം. ബില്ലിങ്ങനെ മുകൾക്ക് പുതിയ ബില്ല് വരുമ്പോൾ ഇങ്ങനെ ബില്ലിങ്ങനെ എന്ത് ചെയ്യും. ഇവിടെ നമ്മൾ താഴത്തു കൂടെ ബില്ല് എടുക്കാൻ പറ്റില്ല. ബില്ല് ആദ്യം എടുക്കുമ്പോൾ എന്താ, ഏറ്റവും ലാസ്റ്റ് നമ്മൾ വെച്ച ബില്ലാണ് എന്ത് ചെയ്യുക, ഏറ്റവും ഫസ്റ്റ് പോരുക. ക്ലിയർ ആണോ? ഇതുപോലെ ധാരാളം എക്സാമ്പിളുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾ പിന്നെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇഡ്ഡലി തട്ട് എങ്ങനെയാ, ഇങ്ങനെ ബേസ് ഉണ്ടാവും, ഇവിടെ ഒരു ഇഡ്ഡലി തട്ട്, പിന്നെ അതിന്റെ മുകളിൽ വേറെ ഇഡ്ഡലി തട്ട്, അതിന്റെ മുകളിൽ വേറെ ഇഡ്ഡലി തട്ട്, അങ്ങനെ ഓരോ തട്ട്. ഓക്കെ, ഇനിയും എക്സാമ്പിളുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, അനദർ എക്സാമ്പിൾ എന്താ, അനദർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ കയ്യിലിടുന്ന, പെൺകുട്ടികൾ കയ്യിലിടുന്ന വള എന്താ, വള എങ്ങനെ ഇടാൻ പറ്റുള്ളൂ, ഒരു ഭാഗത്തു കൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് കയ്യിലോട്ട് വളകൾ ഇടാൻ പറ്റുള്ളൂ. ഇത് കൂടെ ഒന്നും ഇടാൻ പറ്റില്ല, ഇത് കൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വള ഇടാൻ പറ്റുള്ളൂ. ഓക്കെ, വള ഊരാനും എന്താ, ഇത് കൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കയ്യിൽ നിന്ന് വളകൾ ഊരാനും പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ പ്രത്യേകത എന്താ, ഏത് വളയാണോ ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് കയ്യിലേക്ക് ഇട്ടത്, ആ വളയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആദ്യം പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അസ്യൂം ദാറ്റ് ഓൾ ബാംഗിൾസ് ആർ ഓഫ് സെയിം സൈസ്. ഓക്കെ, അതും കൂടെ പറയാം. അല്ലെങ്കിൽ ഒരേ സൈസ് അല്ലെങ്കിൽ ഇങ്ങനെ മുന്നിട്ടതൊക്കെ എടുത്തുകൂടെ എന്നൊക്കെ ചോദിക്കും കുട്ടികൾ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ assume that all bangles are of same size. ഓക്കെ, പിന്നെ എന്താ, വള ഇടുമ്പോൾ എന്ത് ചെയ്യാം, ഒരു വള ഇട്ടു, പിന്നെ അതിന്റെ മുകളിലാണ് വരുന്നത്, പിന്നെ അതിന്റെ മുകളിലാണ് വരുന്നത്, പിന്നെ അതിന്റെ മുകളിലാണ് വരുന്നത്, ഇങ്ങനെ ഇട്ട് വരും. ഏത് വളയാണോ ലാസ്റ്റ് ഇട്ടത്, ആ വളയാണ് എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് കമ്മിങ് ഔട്ട് ഫസ്റ്റ്. ഓക്കെ, ഇത്തരത്തിലുള്ള ഇങ്ങനെ ഡാറ്റ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, സ്റ്റാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹിയർ ദാറ്റ് ഈസ് a stack can be implemented using array. നമ്മൾ സ്റ്റാക്ക് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുക, മെമ്മറിയിൽ എങ്ങനെ സ്റ്റാക്ക് ഇംപ്ലിമെന്റ് ചെയ്യുക, യൂസിങ് അറേ. നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ടും ഇംപ്ലിമെന്റ് ചെയ്യാം. ലിങ്ക്ഡ് ലിസ്റ്റ് എന്താ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇത് നിങ്ങൾക്ക് ലിങ്ക്ഡ് ലിസ്റ്റ് എന്താ നമ്മൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിന്റെ ഒക്കെ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ യു ക്യാൻ ഇംപ്ലിമെന്റ് ദിസ് സ്റ്റാക്ക് യൂസിങ് ലിങ്ക്ഡ് ലിസ്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. ഹിയർ വി ആർ ഇംപ്ലിമെന്റിംഗ് സ്റ്റാക്ക് യൂസിങ് അറേ. Stack is implemented using array. If you are implementing using array, then there is a limit. There is a limit to the number of data items that can be stored on the array or that can be stored on the stack. നമ്മൾ array ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എന്തായാലും എന്നിട്ട് അരേക്ക് ഒരു സൈസ് വരും. അപ്പോൾ ആ മാക്സിമം സൈസ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ അരയിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ കയ്യിൽ വള ഇടുമ്പോൾ ഈ കയ്യിൽ വള കൊള്ളുന്നത് എന്താ, ദർ ഇസ് എ മാക്സിമം നമ്പർ അല്ലേ, ഒരു 10 വള അല്ലെങ്കിൽ 15 വള അത്രേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാക്സിമം ഇടാൻ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ എന്താ, ഇഫ് യു ആർ ഇംപ്ലിമെന്റിംഗ് സ്റ്റാക്ക് യൂസിങ് അറേ, സോ എന്താ, ദർ ഇസ് എ ലിമിറ്റ് ടു ദ നമ്പർ ഓഫ് ഡാറ്റ ഐറ്റംസ് ദാറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഓൺ ദ അറേ. ഓക്കെ, നൗ ഹിയർ we are using a variable top. Okay, which points to the top of the stack. Top of the stack എന്ന് പറഞ്ഞാൽ എവിടെയാണോ ഇൻസേർട്ട് ചെയ്യുന്നത് ആ പൊസിഷൻ പറയാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ദിസ് ടോപ്പ് എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിംഗ് വേരിയബിൾ, ഒരു വേരിയബിൾ യൂസ് ചെയ്യുന്നു, പോയിന്റർ വേരിയബിൾ. നിങ്ങൾ പോയിന്റേഴ്സ് എന്ന് പറഞ്ഞാൽ പേടിക്കണ്ട. ഇറ്റ് ഈസ് എന്താ, ടു പോയിന്റ് ടു ദ കറന്റ് എലമെന്റ് ഓഫ് ദ സ്റ്റാക്ക്. ഓക്കെ, സോ ടോപ്പ്. ഓക്കെ, സോ വി ആർ ഇംപ്ലിമെന്റിംഗ് സ്റ്റാക്ക് യൂസിങ് അറേ. നമ്മൾ പറഞ്ഞു, സോ സപ്പോസ് ദ അറേ ഈസ് സ്റ്റാക്ക് ഓഫ് n. Array name is stack and the maximum size of the array is n.
Okay, so where n is the maximum size of the array. Okay, so suppose I am creating an array. This is stack of 0, this is stack of 1, this is stack of 2, this is stack of 3, and this is stack of 4. Okay, so initially the stack is empty. Initially the stack is empty. Kaliya kayil valanum illa, that is empty. So it is denoted by the value of top by setting as -1. Initially the top is -1. -1 means -1 means the stack is empty. The stack is empty. Stack കാലിയാണ്, അതിൽ ഒരു എലമെന്റും ഇല്ല. ഇനി ഇതിൽ മാക്സിമം എത്ര എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ? മാക്സിമം 5 elements. Here we can insert the maximum number of elements that can be inserted in this stack is 5, because the size of the array is 5, that is n is 5. N is 5. That is the value of top. The value of top varies from 0 to 4. The value of top varies from 0 to 4. So if n is the size of the array, then n minus 1. കാരണം എന്താ? 0 എന്നാണ് arrayന്റെ index start ചെയ്യുന്നത്. So if n is the size of the array, then the highest subscript of the array will be n minus 1. You know that. Okay. ഇനി operations on stack. Operations. That is, there are only 2 operations that can be performed on stack. സ്റ്റാക്കിൽ നമുക്ക് 2 ഓപ്പറേഷൻസ്, ആകെ 2 ഓപ്പറേഷൻസ് സ്റ്റാക്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഓപ്പറേഷൻ ഈസ് push operation. First operation is push operation and second operation is pop operation. First operation is push operation and second operation is pop operation. Push operation means എന്താണ്? Inserting an element into the top of the stack. Inserting an element into the top of the stack is called the push operation. അതുപോലെ പോപ്പ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിമൂവിങ് ആൻ എലമെന്റ്. എന്താണ്? റിമൂവിങ് ആൻ എലമെന്റ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ഇസ് കാൾഡ് പോപ്പ് ഓപ്പറേഷൻ. ഓക്കെ, ഇപ്പൊ നമ്മൾ കയ്യിൽ വളയിടുന്ന കേസ് പറഞ്ഞു. കയ്യിൽ വളയിടുന്ന കേസ് എന്താ? ഇനീഷ്യലി കൈയാണ് നമ്മൾ എന്ത് സ്റ്റാക്ക് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇനീഷ്യലി ദിസ് ഇസ് എംപ്റ്റി. ഇനീഷ്യലി എന്താണ് നമ്മളെ സ്റ്റാക്ക് എന്താണ്? എംപ്റ്റി ആണ്. ഓക്കെ, ഇനി കയ്യിലേക്ക് വളകൾ ഇടുന്ന ഓപ്പറേഷനാണ് എന്ത് പറയുന്നത്? പുഷ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സ്റ്റാക്കിലെ പുഷ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇൻസേർട്ടിങ് ബാംഗിൾസ് അല്ലെ, നമ്മൾ ഇങ്ങനെ വള ഇട്ടിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ വള ഇടുന്ന ഓപ്പറേഷനാണ് എന്ത്? പുഷ് ഓപ്പറേഷൻ. കയ്യിൽ നിന്ന് വളകൾ എടുക്കുക, കയ്യിൽ വളകൾ എടുക്കുന്നതാണ് എന്ത്? പോപ്പ് ഓപ്പറേഷൻ. അപ്പൊ എന്താ? റിമൂവിങ് എലമെന്റ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ഈസ് കാൾഡ് പോപ്പ് ഓപ്പറേഷൻ. അതേപോലെ ഇൻസേർട്ടിങ് എൻ എലമെന്റ് ഇൻ ടു സ്റ്റാക്ക് ഈസ് കാൾഡ് എന്താ? പുഷ് ഓപ്പറേഷൻ. ഓക്കെ, നൗ നമ്മൾ പറഞ്ഞു initially the value of top is -1. Initially the value of top is -1, which means that stack is empty. Now first of all we are going to insert an element into the stack. Up എന്ത് ചെയ്യും? First what you have to do is you have to point to this. ഇവിടെയാണ് നമ്മൾ എന്ത് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. കയ്യിന്റെ ഇവിടെയാണ് ഇൻസേർട്ട്, ഏറ്റവും ലാസ്റ്റ് ഇവിടെയാണ് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ടോപ്പ്. ഇപ്പൊ ടോപ്പ് ഇപ്പൊ എന്താ? -1 ഇങ്ങനെ നിൽക്കുകയാണ്. എവിടെ എന്ത് ചെയ്യുന്നില്ല? പോയിന്റ് ചെയ്യുന്നില്ല. ഇറ്റ് മീൻസ് ദാറ്റ് ടോപ്പ് ഈസ് -1, ദാറ്റ് ഈസ് സ്റ്റാക്ക് ഈസ് എംപ്റ്റി. ക്ലിയർ? ഓക്കെ, നൗ ഐ ആം ഗോയിങ് ടു ഇൻസേർട്ട് എ ഡാറ്റ ഐറ്റം, എ ബാംഗിൾ ഇൻ ടു ദ ഹാൻഡ്.
ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും? അപ്പൊ എന്ത് സംഭവിക്കണം? എവിടെയാണോ വള വന്ന് നിൽക്കേണ്ടത് അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ടോപ്പ് ഈ പോയിന്റർ കൊണ്ട് പോയിന്റ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം? ഇതിനെ പോയിന്റ് ചെയ്യണം. അപ്പൊ ടോപ്പ് എന്ത് ചെയ്യണം? ടോപ്പ് ഇതിനെ പോയിന്റ് ചെയ്യണം. അപ്പൊ ടോപ്പ് എന്താക്കണം? ടോപ്പ് ഫസ്റ്റ് യു ഹാവ് ടു ഇൻക്രിമെന്റ് ദ വാല്യൂ ഓഫ് ടോപ്പ് ബൈ 1. ടോപ്പ് ഈക്വൽ ടു ടോപ്പ് പ്ലസ് 1. സോ ടോപ്പ് ബിക്കംസ് 0. ടോപ്പ് ബിക്കംസ് 0. ഇനി എന്ത് ചെയ്യണം? ഈ സ്റ്റാക്കിലോട്ട്, suppose the name of this array is stack. The name of this array is stack. Okay, stack of top. ഇതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഏത് വാല്യൂ ആണോ ഇൻസേർട്ട് ചെയ്യേണ്ടത് ആ വാല്യൂ. സപ്പോസ് you are stored the data item that is to be inserted into the stack is stored in the variable val. വാൽ എന്ന് പറയുന്ന വേരിയബിളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വാൽ എന്ന് പറയുന്ന വേരിയബിളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഏത് ഡാറ്റ ഐറ്റം ആണോ ഇൻസേർട്ട് ചെയ്യേണ്ടത് ആ ഡാറ്റ ഐറ്റം സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ സ്റ്റാക്ക് ഓഫ് ടോപ്പ്, അപ്പൊ സ്റ്റാക്ക് ഓഫ് 0 ദാറ്റ് മീൻസ് എന്താ? സ്റ്റാക്ക് ഓഫ് 0 ഈക്വൽ ടു വാൽ. സപ്പോസ് ദ വാല്യൂ ടു ബി ഇൻസേർട്ടഡ് ഇസ് 10, ദാറ്റ് വിൽ ബി ഇൻസേർട്ടഡ് ഇൻ ദിസ് പൊസിഷൻ. ഓക്കെ, ഇനി again I am going to insert the next data item. What you have to do? You have to again increment the value of top by 1. അപ്പോൾ ടോപ്പ് എന്തായി? ടോപ്പ് ഇപ്പൊ എത്രയാ? ടോപ്പ് ആദ്യം -1 ആയിരുന്നു. ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്തപ്പോൾ ടോപ്പ് എന്തായി? 0 ആയി. സ്റ്റാക്ക് ഓഫ് 0യിൽ എന്ത് സ്റ്റോർ ചെയ്തു? സ്റ്റാക്ക് ഓഫ് ടോപ്പ് അല്ലേ? സ്റ്റാക്ക് ഓഫ് ഫസ്റ്റ് 0 ആകുമ്പോൾ സ്റ്റാക്ക് ഓഫ് 0യിൽ 10 സ്റ്റോർ ചെയ്തു. ഇനി എന്താ? ദ വാല്യൂ ഓഫ് ടോപ്പ് ഈസ് ഇൻക്രിമെന്റഡ് ബൈ 1. The value of top is incremented by 1. So top becomes 1. Stack of 1 ഇവിടെ ഇൻസേർട്ട് ചെയ്തു 20. Again incremented 2. Again the value of top is incremented by 1. Then stack of top equal to എത്ര? Suppose 30. So 30. Then 40. Then എന്താ? 50. ഇനി ഇൻസേർട്ട് ചെയ്യാൻ പറ്റുമോ? ഇവിടെ ശ്രദ്ധിക്കാം. ഇനി ഇൻസേർട്ട് ചെയ്യാൻ പറ്റുമോ? സ്റ്റാക്കിൽ ദ മാക്സിമം നമ്പർ ഓഫ് എലമെന്റ്സ് ദാറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഓൺ ദിസ് അറേ ഈസ് 5 ബിക്കോസ് ദ സൈസ് ഓഫ് ദ അറേ ഈസ് 5. ഓക്കെ, ഹിയർ 5 എലമെന്റ്സ് നമ്മൾ എന്ത് ചെയ്തു? ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, 5 എലമെന്റും ഇൻസേർട്ട് ചെയ്തു. ഈ 5 എലമെന്റ് കഴിഞ്ഞാൽ പിന്നെ 6ാമത്തെ എലമെന്റ് എന്ത് ചെയ്യാൻ പറ്റൂല? ഇൻസേർട്ട് ചെയ്യാൻ പറ്റൂല. ഓക്കെ, ഇപ്പൊ കയ്യിൽ എന്ത് ചെയ്തു? കയ്യിൽ ഇങ്ങനെ വളട്ടു നമുക്ക് 10 വള കൊള്ളുള്ളൂ വിചാരിച്ചോ. 10 വളകളാണ് ഒരു കുട്ടിയുടെ കയ്യിൽ കൊള്ളുക. അപ്പൊ എന്ത് ചെയ്തു? 1 ഇട്ടു, 2 ഇട്ടു, 3 ഇട്ടു, 4 ഇങ്ങനെ 10 വളട്ടു. ഇനി എന്ത് ചെയ്യാൻ പറ്റൂല? വളടാൻ പറ്റൂല. ഓക്കെ, that is stack is full. ഓക്കെ, ഇവിടെയാണ് എന്ത്? once the stack is full and again we are trying to insert. ഇപ്പൊ ഇവിടെ array full ആണ്. again you are trying to insert new element into the stack, then an unfavorable situation arises. that is കൈ full ആണ്, full വളണ്ട്, വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? വളട്ട് കൊടുക്കണം. അപ്പൊ എന്താ? കയ്യിൽ കൊള്ളൂല. that is called എന്താ? stack overflow. that is called എന്താണ്? അപ്പൊ നമ്മൾ പറഞ്ഞ സിറ്റുവേഷൻ എന്താണ്? സ്റ്റാക്ക് ഓവർഫ്ലോ. അപ്പൊ സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറയുന്ന കണ്ടീഷൻ എപ്പോഴാണ് വരിക? വൺസ് ദ സ്റ്റാക്ക് ഈസ് ഫുൾ ആൻഡ് അഗെയിൻ വി ആർ ട്രൈങ് ടു ഇൻസേർട്ട് എ ന്യൂ എലമെന്റ് ഇൻ ടു ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. എന്താ? an unfavorable situation is arises. That unfavorable situation is called stack overflow. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഫസ്റ്റ് എന്താ? ടോപ്പ് -1, പിന്നെ എന്താ? ടോപ്പ് 0 ആയി. അപ്പോഴാണ് ഇവിടെ ഇൻസേർട്ട് ചെയ്ത് പിന്നെ ഓരോ പ്രാവശ്യം ഇങ്ങനെ ടോപ്പ്, പിന്നെ ടോപ്പ് എന്തായി? പിന്നെ ടോപ്പ് ഇതായി. ടോപ്പ് 20 ഇൻസേർട്ട് ചെയ്തു. again we are inserting. ഇപ്പൊ ടോപ്പ് എവിടെ ഇൻസേർട്ട് ചെയ്യും? ടോപ്പ് always points to the top of the stack. ഓക്കെ, ഇവിടെ ഇൻസേർട്ട് ചെയ്തു. ഇപ്പൊ 30 ഇൻസേർട്ട് ചെയ്തു. ഇനി അടുത്തത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ടോപ്പ് എന്താക്കണം? ടോപ്പ് ഇങ്ങോട്ട് മാറ്റണം. അപ്പൊ ടോപ്പ് ഈക്വൽ ടു, അതാണ് ടോപ്പ് ഈക്വൽ ടു ടോപ്പ് പ്ലസ് 1 എന്നാണ് നമ്മൾ കൊടുത്ത്. ഓക്കെ, ടോപ്പ് ഈക്വൽ ടു ഇവിടെ എന്ത് ചെയ്തു? വാല്യൂ ഇൻസേർട്ട് ചെയ്തു 40.
ഇനി അടുത്ത എന്താണ്? അഗൈൻ ദ വാല്യൂ ഇവിടെയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പൊ അഗൈൻ എന്താ? ദ വാല്യൂ ഓഫ് ടോപ്പ് ഈസ് ഇൻക്രിമെന്റഡ് ബൈ 1. നൗ ടോപ്പ് പോയിന്റ്സ് ടു ദ fifth location, that is index is 4 because starting from 0. അപ്പൊ എന്താ? 50. Okay, now we cannot insert എന്താ one more data item. ഒന്നുകൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഇതിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റൂല. that is the stack is full. The stack is full. ഈ situation that once the stack is full and again we are trying to insert new element into the top of the stack is called stack overflow. So what you have to do is, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ before inserting an element into the stack, you have to check whether stack is full or not. ശരിയല്ലേ? നമ്മൾ കയ്യിലേക്ക് ഒരു കുട്ടിയുടെ കയ്യിലേക്ക് വള ഇടുന്നതിന്റെ മുന്നേ എന്ത് ചെയ്യണം? കുട്ടിയുടെ കയ്യിൽ വള ഫുള്ളായിട്ടുണ്ടോ എന്ന് നോക്കണം. വള ഇടാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വള ഇടാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ എന്താ? ബിഫോർ പുഷിംഗ് ആൻ എലമെന്റ് ഇൻ ടു ദ സ്റ്റാക്ക്, you have to check whether the stack is full or not. കാരണം എന്താ? ഫുൾ ആണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂല? there is no space to accommodate new data item. പുതിയ ഡാറ്റ ഐറ്റത്തിന് അക്കോമഡേറ്റ് ചെയ്യാൻ ഇല്ല, സ്പേസ് ഇല്ല. Okay, so before pushing an element into the stack, you have to check whether the stack whether there is a space or whether there is stack is full or not. Okay, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇനി ഇതിന്റെ ഒരു അൽഗോരിതം എഴുതാം. ഓക്കെ പിന്നെ നമ്മൾ പുഷ് ഓപ്പറേഷനുള്ള അൽഗോരിതമാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, പുഷ് ഓപ്പറേഷനുള്ള അൽഗോരിതം. ഓക്കെ, ഹിയർ ദ പാരാമീറ്റേഴ്സ് ആർ ഫസ്റ്റ് stack. The array name is stack of n, where n is the maximum size of the array. Okay, suppose you are creating an array. That is 0, 1, 2, 3, 4. Suppose here n is 5. Here n is 5. So the maximum number of elements that can be accommodated in the stack or in this array is 5. Okay, and then val. There is a variable val. Okay, ഈ val എന്ന് പറയുന്ന വേരിയബിൾ ഉള്ള വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യുന്നത്. സ്റ്റാക്കിലോട്ട് ഇൻസേർട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യേണ്ട ഡാറ്റ ഏതാണോ that is stored in val. Okay, now the next variable is top. Top is the variable which always points to the top of the stack. Initially top is -1 to indicate that the stack is empty. Okay, so initially there is no element in the stack. Clear alle? Okay, ini നമ്മൾ പറഞ്ഞു before pushing an element into the stack, you have to check whether there is a space. നമ്മൾ പറഞ്ഞിരുന്നു കുട്ടികളുടെ കയ്യിലേക്ക് വള ഇടുമ്പോൾ എന്ത് ചെയ്യണം? വള ഇട്ടിട്ട് ഫുള്ള് കൈ നിറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂല? വള ഇടാൻ പറ്റൂല. അപ്പോൾ before inserting a new bangle, you have to check whether there is a space. അപ്പോൾ എങ്ങനെ ചെക്ക് ചെയ്യാം? നമുക്ക് അൽഗോരിതം എഴുതാം. that is first step 1 start. Okay, step 2 നമ്മൾ സ്പേസ് ഉണ്ടോ നോക്കണം. that is if top less than n-1 ആണെങ്കിൽ, ടോപ്പ് എവിടെ എത്തിയിട്ടില്ല, ടോപ്പ് n-1 അതുവരെ എത്തിയിട്ടില്ല. n-1 അവിടെ എത്തിയാൽ എന്താ അർത്ഥം? സ്റ്റാക്ക് ഫുൾ ആണ്. ഇവിടെ ഇൻസേർട്ട് ചെയ്ത് ഇവിടെ പുഷ് ചെയ്താൽ ടോപ്പ് എന്താവും? n-1 ആവും. ടോപ്പ് ലെസ് ദാൻ n-1 ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പുഷ് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് എന്താ? then എന്ത് ചെയ്യണം? ടോപ്പ് ഈക്വൽ ടു ടോപ്പിന്റെ വാല്യൂ എന്ത് ചെയ്യണം? ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യണം. then എന്ത് ചെയ്യണം? സ്റ്റാക്ക് ഓഫ് ടോപ്പ് ഈക്വൽ ടു വാല്യൂ.
Then this is step number 4. Step number 5. The else in the print else print stack overflow. ഇവിടെ നോക്ക്, ഇനി നമ്മൾ എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നത് നോക്ക്. നമ്മൾ ചെക്ക് ചെയ്യേണ്ട എന്താ, ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, നോ പ്രോബ്ലം. First you have to check the value of top with n minus 1. Suppose the maximum number of elements that can be stored in the stack is 5. So n minus 1. Here the array starts from 0. So array subscript is varies from 0 to 4. Okay. So initially top is minus 1. Initially top is, this is top. Top is minus 1. Okay. We are checking minus 1 less than 4. Minus 1 less than 4. Yes, condition true. So top equal to top plus 1. Now top is minus 1. You are incrementing the value of top by 1. So top becomes 0. And then you are pushing element. You are pushing element, that is into the stack of, into the top of the stack. That is here. Here you are inserting. That is the element which is to be inserted is stored in val. ഇത് നമ്മൾ റീഡ് ചെയ്യുന്നൊരു വേരിയബിൾ ആണ്. നമ്മളിവിടെ റീഡിങ് ഈ അൽഗോരിതത്തിൽ കാണിച്ചിട്ടില്ല എന്നുള്ളൂ. ഓക്കെ, ഈ വാല്യൂ എന്നുള്ളത് നമ്മൾ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യുന്ന ഒരു വേരിയബിൾ ആണ്. ആ ദാറ്റ് വാല്യൂ ഈസ് സ്റ്റോർഡ് ഇൻ ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. ഓക്കെ, സോ ഹിയർ സപ്പോസ് ഇറ്റ് ഇസ് 10, then stack of top equal to val. Okay, then again I am initiating this push operation. So now top, the value of top is 0. Top is 0. 0 is less than n minus 1, 4. Yes, condition true. Condition true. Again top is equal to top plus 1. Top becomes 1. Top becomes 1. Stack of top equal to val. Again the next element is pushed into the top of the stack. That is, we are pushed here. That is, suppose it is 20. So 20 is pushed into the top of the stack. Okay, then again I am initiating push operation. Okay, so top is 1. Top is 1. 1 less than 4. 1 less than 4. Yes, condition is true. Again top equal to top plus 1. Top becomes 2. Top becomes 2. So top points to here. Top points to here. I am inserting the next item. Suppose the next item, that is the next value in the val variable is 30. So that will be pushed into the stack. That is stack of 2. Stack of top is 2. Stack of 2 equal to val. So 30 will be stored. Okay. Again you are initiating push operation in the unit. Top is 2. Top is 2. 2 less than 4. 2 less than 4. 2 less than 4 ആകുമ്പോൾ എന്ത് ചെയ്തു, പിന്നെ ടോപ്പ് ഈക്വൽ ടു അഗൈൻ ടോപ്പ് ഈക്വൽ ടു ടോപ്പ് പ്ലസ് 1. ടോപ്പ് ഈക്വൽ ടു ടോപ്പ് പ്ലസ് 1. ടോപ്പ് becomes 3. Top becomes 3. Then again I am pushing the next element. Suppose it is 40. That is 40 into 40 is pushed into the top of the stack. Okay, again I am initiating the push operation. Now what is the value of top? Top is 3. 3 is less than 4. Yes, 3 is less than 4. Yes, and again I am incrementing the value of top by 1. That is top points to the last position. That is top equal to 4. Top equal to 4. Okay, that is top equal to top plus 1. Top becomes 4. Stack of top equal to val. Stack of top equal to val. The next element 50 is inserted into the top of the stack. Then again we are initiating push operation. Then what is the value of stack top? Top is 4. 4 is less than 4 ആണോ? 4 is not less than 4. 4 is equal to 4. Then എന്താ ഈ ഭാഗം ഈ ifന്റെ else part ആണ് എക്സിക്യൂട്ട്. അപ്പോൾ എന്താ 4 less than 4 അല്ല, 4 is equal to 4 ആണ്. അപ്പോൾ എന്താ, so the stack is stack overflow. Then end of if stop. Okay, ഇതാണ്
പുഷ് ഓപ്പറേഷൻ്റെ അൽഗോരിതം. ദാറ്റ് ഈസ് എന്താ ഇവിടെ ചെക്ക് ചെയ്യുന്ന ഒന്നൊന്ന് പുഷ് മീൻസ് എന്താണ് ഇൻസേർട്ടിങ് ആൻ എലമെന്റ് ഇൻ ടു ദ സ്റ്റാക്ക്. Inserting an element into the top of the stack is called push operation. Before pushing an element into the top of the stack, you have to check whether there is a space. If there is not space, we cannot perform push operation. That is called stack overflow. This is the algorithm for push operation. Okay. Next is algorithm for pop operation. നമ്മൾ പറഞ്ഞ രണ്ട് ഓപ്പറേഷൻസ് ആണുള്ളത്. ഓക്കെ, സ്റ്റാക്കിൽ there are two operations that can be performed on stack. One is push and the other one is pop. ഇപ്പോൾ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തു? പുഷ് ഓപ്പറേഷൻ എന്താണെന്നും പറഞ്ഞു, അതിൻ്റെ അൽഗോരിതം പറഞ്ഞു, അതിൻ്റെ സ്റ്റാക്ക് ഓവർഫ്ലോ കണ്ടീഷനും പറഞ്ഞു. ഇനി സ്റ്റാക്ക് പോപ്പ് ഓപ്പറേഷൻ, സ്റ്റാക്കിൽ നടത്തുന്ന പോപ്പ് ഓപ്പറേഷൻ എങ്ങനെയാണ്? പോപ്പ് മീൻസ് എന്താ? റിമൂവിങ് ആൻ എലമെന്റ്. എന്താണ് റിമൂവിങ് ആൻ എലമെന്റ് ഓർ ഡെലീറ്റിംഗ് ആൻ എലമെന്റ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. ഡെലീറ്റിംഗ് ആൻ എലമെന്റ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ഇസ് കോൾഡ് പോപ്പ് ഓപ്പറേഷൻ. ഓക്കെ, സപ്പോസ് വി ആർ ഹാവിംഗ് അറേ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ അറേ തന്നെ. ദാറ്റ് ഈസ് 0 1 2 3 4. ഓക്കെ, ഇതിലുള്ള പാരാമീറ്റേഴ്സ് എന്തൊക്കെയാ? സപ്പോസ് സ്റ്റാക്ക് ഓഫ് n, stack of n, where n is the size of the array, where n is the maximum size of the array, and the array name is stack. Array name is stack. Okay, then val is the variable, okay, in which where we are storing the popped item, the deleted item എവിടെയാണോ deleted item store ചെയ്യാനുള്ള വേരിയബിൾ ആണ് എന്ത്? val. Then top is used to points to the top of the stack. Okay, ഇനി എന്താ? Now we can write initially top -1 ആയിരിക്കും, പിന്നെ ടോപ്പ് എന്താവും? ടോപ്പ് 4 എത്തിയിട്ടുണ്ടാവും. എന്ത്? എല്ലാ പുഷ് ഓപ്പറേഷൻ കഴിയുമ്പോൾ ടോപ്പ് എന്തായിട്ടുണ്ടാവും? ടോപ്പ് 4 ആയിട്ടുണ്ടാവും. ദാറ്റ് ഈസ് 10 20 30 40 50. ഇനി ഇതെന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പോപ്പ് ചെയ്യുന്നത്. അപ്പോൾ അൽഗോരിതം എങ്ങനെ എഴുതാം? ഫസ്റ്റ് സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്. ഓക്കെ, സ്റ്റെപ്പ് 2 എന്താ? ഇഫ് ടോപ്പ് ഗ്രേറ്റർ ദാൻ -1. ഇഫ് ടോപ്പ് ഗ്രേറ്റർ ദാൻ -1 എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താ? That is, before deleting an element from the stack, you have to check whether there is already an element in the stack. നമ്മളൊരു കയ്യിൽ ഇങ്ങനെ വളട്ടു, കയ്യിൽ വള ഊരുന്നതിന്റെ മുന്നേ you have to check whether there is a bangle or not. നമ്മൾ വള ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബാങ്കിൾ ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഊരാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഊരാൻ പറ്റൂല. ദാറ്റ് ഈസ് ബിഫോർ പോപ്പിംഗ് an element or before deleting an element from the stack, you have to check whether there is an element is present or not, whether there is an element in the stack or not. നമ്മളെ സ്റ്റാക്കിൽ ഉണ്ടോ അല്ലയോ നോക്കണം. അപ്പൊ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ടോപ്പിന്റെ വാല്യൂ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ -1 ആയിരിക്കും. ടോപ്പിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ -1 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്റ്റാക്കിൽ എലമെന്റ് ഉണ്ട്. സ്റ്റാക്കിൽ എലമെന്റ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? സ്റ്റെപ്പ് 3 എന്താ? വാൽ ആദ്യം എന്ത് ചെയ്യണം? പോപ്പ് ചെയ്യണം. വാൽ ഈക്വൽ ടു സ്റ്റാക്ക് ഓഫ് ടോപ്പ്. നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് എന്ത് ചെയ്യണം? പോപ്പ് ചെയ്യണം. ദാറ്റ് ഈസ് the element which is stored in the top of the stack is retrieved. That is, it is stored in val. Then you have to decrement, not increment. You have to decrement the value of top by 1. That is top equal to top -1. Clear? Okay. Then step number 5. That is, ഇനി എന്താ? ഇഫ് ടോപ്പ് ഗ്രേറ്റർ ദാൻ -1 ആണെങ്കിലാണ് ഇത് ചെയ്യേണ്ടത്. ടോപ്പ് -1 എത്തിയിട്ടുണ്ടെങ്കിലോ? ദാറ്റ് ഈസ് എൽസ് പാർട്ട്. എത്തിയാൽ എന്താ പ്രിന്റ് ചെയ്യേണ്ടത്? ദാറ്റ് ഈസ് എൽസ്. സ്റ്റെപ്പ് നമ്പർ 6 എന്താ? എൽസ് പ്രിന്റ് എന്താ? അണ്ടർഫ്ലോ. എന്താണ് അണ്ടർഫ്ലോ? അണ്ടർഫ്ലോ മീൻസ് എന്താ? Suppose the stack is empty and again we are trying to delete
delete an element from the stack, then an unfavorable situation is arises. Once the stack is empty and again we are trying to delete an element from the stack, then an unfavorable situation is arises. That is called underflow. That is the step number 7. നമുക്ക് ഇത് ഈ എക്സാമ്പിൾ വെച്ച് നമുക്ക് അൽഗോരിതം ചെക്ക് ചെയ്യാം. Then എന്താ end of if. Then step number 8, stop. Suppose അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നേരത്തെ നമ്മൾ പറഞ്ഞ പുഷ് ഓപ്പറേഷൻ അൽഗോരിതം വെച്ച് നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് പുഷ് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു, പിന്നെ നമുക്ക് സ്റ്റാക്ക് ഓവർഫ്ലോ വന്നു, പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പുഷ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഇസ് സ്റ്റാക്ക് ഇസ് ഫുൾ. ക്ലിയർ? ഇനി നമ്മൾ എന്ത് ചെയ്യണം, we are popping, we are deleting element from the stack. What will happen? We are initiating this algorithm, we are function. Okay, here top is 4. We are checking whether it is greater than -1. Is it greater than -1? Top. The value of top is 4. Top എന്താണ് 4. ഇതാണ് top. That is top points to here. Top is 4. We are checking 4 greater than -1 ആണോ? Yes. 4 greater than -1 ആണ്. Condition true. Then val equal to stack of top. Val equal to stack of top എന്നാൽ val എത്ര 50. Val എന്ത് സ്റ്റോർ ചെയ്തു? 50 സ്റ്റോർ ചെയ്തു. Then എന്ത് ചെയ്തു? Top equal to top -1. That is top becomes 3. ഇനി ഇത് പോന്നാൽ എന്തായി? ഇത് പോന്നാൽ പിന്നെ എന്തായി? ടോപ്പ് എന്തായി? ഇതായി. ഇത് ഓക്കെ. ആക്ച്വലി നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒറിജിനലി എന്താ, നമ്മൾ ഈ ഒരു എലമെന്റ് ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇത് ഇവിടുന്ന് പോരുന്നില്ല. പക്ഷെ നമ്മൾ ആക്ച്വലി എന്താ ചെയ്യണത്, നമ്മൾ ഈ ടോപ്പിന്റെ വാല്യൂ ഡിക്രിമെന്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിന്റെ ആക്സസിബിലിറ്റി ഇല്ലാതാക്കാണ്. ഓക്കെ, അല്ല ഒരു വേരിയബിളിന് ഒരു വാല്യൂ നമ്മൾ ഇങ്ങോട്ട് വാല്യൂ അസൈൻ ചെയ്യുമ്പോൾ അതിലെ വാല്യൂ പോവുക എന്നുള്ളൊരു അർത്ഥം ഇല്ല. ഓക്കെ, യു മസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു, ടോപ്പ് വാല്യൂ വന്നു, ടോപ്പ് ഈസ് 3. Again we are initiating pop operation. Top 3 greater than -1. Yes, that is, it means that if top is greater than -1 and there is an element in the stack, so value equal to stack of top. So again val that is 40. Val is equal to 40. Then top is decremented by 1, so top becomes 2. So top points to here. This is gone. Okay, again we are initiating pop operation. What is the value of top? Top is 2. 2 is greater than -1. Yes, then that is value equal to stack of top. Next value is popped out, that is 30. It is stored in val. Again the value of top is decremented by 1, so top becomes 1. That is, now top points to here. Okay, again we are initiating pop operation. That is, and the top and the 1 greater than -1. 1 greater than -1 ആണോ? Yes, value equal to stack of top. അപ്പോൾ value എന്ത് വന്നു? 20 വന്നു. That is top equal to top -1. Top becomes 0. That is, now top points to here. ഇത് നിന്നു. Okay, then എന്താ, again we are checking. Again we are initiating pop operation. So the value of top is 0. 0 is greater than -1. Yes, that is, we are popping the last element. That is the 0th element. The last element. That is value equal to 10. Value equal to 10 stored. 10 is assigned to that is the value of the value 10 is assigned to val. Again the value of top is decremented by 1. That is, top becomes -1. This over. That is, top equal to -1. We are checking. Okay, that is, and the -1 greater than -1 ആണോ? -1 greater than -1 ആണോ? അല്ല, -1 is equal to 1. So if condition fails, അപ്പോൾ എന്ത് ചെയ്യും, നേരെ ഇങ്ങോട്ട് വരും. Else part will be executed. That is print underflow. That is, എന്താ, ഇനി എന്ത് ചെയ്യാൻ പറ്റൂല, once the stack is empty and again you are trying to delete an element from the empty stack, then an unfavorable situation arises. That is called a stack underflow. Okay, this is the algorithm for pop operation. Okay, in push
ഇനി നമുക്ക് പുഷും പോപ്പും ഓപ്പറേഷനും മിക്സ് ചെയ്ത് വരുന്ന ഒരു ഒന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് പുഷ് ഓപ്പറേഷൻ വെറും പുഷ് ഓപ്പറേഷനാണ് പറഞ്ഞത്. അപ്പൊ സ്റ്റാക്ക് ഫുൾ ആകുന്നവരെ പുഷ് ചെയ്തു, പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, പുഷ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ പോപ്പ് പറഞ്ഞപ്പോഴെന്താ, എല്ലാം നമ്മൾ എന്ത് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. എല്ലാം പോപ്പ് ചെയ്തു, ലാസ്റ്റ് എലമെന്റും പോപ്പ് ചെയ്തു, പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, പോപ്പ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഇതെങ്ങനെ, ഇപ്പൊ ജസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെ ജസ്റ്റ് ഒന്നുകൂടെ പറയാന്ന് മാത്രം. ഇപ്പൊ ടോപ്പ് എന്താണ്, -1. ടോപ്പ് എന്താണ്, -1. n എന്ന് പറയുന്നത് എന്താണ്, initially stack is empty, which is represented by the value of top is -1. Okay, then n is maximum size, n is 5. Suppose array name is stack. ഇതാണ് arrayന്റെ name, എന്താണ്, stack. Okay, then എന്താ, first we are എന്താ pushing ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, പുഷ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് the value of top is incremented by 1. അപ്പോൾ ടോപ്പ് എന്താവും 0. ടോപ്പ് എന്താവും 0. stack of top equal to val. stack of top equal to top plus 1. that is top എന്തായി 0 ആയി. അപ്പോൾ then എന്താ, stack of top equal to val. val എന്ന് പറയുന്ന വേരിയബിളിലത്തെ ഡാറ്റയാണ് നമ്മൾ ഏതിലേക്ക് സ്റ്റോർ ചെയ്യുന്ന, സ്റ്റാക്ക് ഓഫ് ടോപ്പിലേക്ക്. അപ്പോൾ എന്ത് ചെയ്തു, അപ്പോൾ ഇവിടെ സ്റ്റോർ ചെയ്തു, 10 സ്റ്റോർ ചെയ്തു. again we are pushing, എന്ത് ചെയ്തു, അപ്പോൾ ടോപ്പ് എന്താ, ഇപ്പോൾ ടോപ്പ്. again we are pushing, what will happen, the value of top is incremented by 1. that is ടോപ്പ് എന്തായി 1 ആയി. again insert. okay, ഇനി we are trying to delete, പോപ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, 20 പോപ്പ് ചെയ്യും. അപ്പോൾ അതെങ്ങനെ എഴുതാം, val equal to stack of top. val equal to stack of top. top equal to എന്ത് ചെയ്യണം, top -1. ഇവിടെ ഇത് രണ്ട് സ്റ്റേറ്റ്മെന്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊടുക്കണം. അതായത് എന്താ, പുഷ് ചെയ്യുമ്പോൾ വാല്യൂ ഓഫ് ടോപ്പ് എന്ത് ചെയ്യണം, ആദ്യം ഇൻക്രിമെന്റ് ചെയ്യണം. പോപ്പ് ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം, പോപ്പ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടോപ്പ് ഡിക്രിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. പുഷ് ചെയ്യുമ്പോൾ ആദ്യം വാല്യൂ ഓഫ് ടോപ്പ് ഇൻക്രിമെന്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പുഷ് ചെയ്യാൻ പറ്റും. ആ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ വാല്യൂ ഈക്വൽ സ്റ്റാക്ക് ഓഫ് ടോപ്പ് എന്ന് പറഞ്ഞാൽ വാല്യൂ എന്തായി, വാല്യൂ എത്ര എടുത്തു, 20 എടുത്തു. ദെൻ ടോപ്പിക്കൽ ടോപ്പ് മൈനസ് ആണ്, ടോപ്പ് എന്തായി, ഇപ്പോൾ ടോപ്പ് എന്തായി, ടോപ്പ് ഇപ്പോൾ 1 ആയിരുന്നു, ടോപ്പ് എന്തായി 0. ടോപ്പ് എന്തായി 0. അപ്പോൾ ടോപ്പ് 0. again we are pushing, എന്ത് സംഭവിക്കും, വീണ്ടും അങ്ങോട്ട് പുഷ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ടോപ്പിക്കൽ ടോപ്പ് പ്ലസ് 1. ടോപ്പ് എന്താവും 1 ആവും. ടോപ്പ് ഇവിടെ 0 ആയി. again ടോപ്പ് ഇൻക്രിമെന്റ് ചെയ്ത് ടോപ്പ് എന്തായി 1 ആയി. സ്റ്റാക്ക് ഓഫ് ടോപ്പിക്കളുടെ വാല്യൂ തന്നെ നമ്മൾ 35 എന്ന വാല്യൂ ഇൻസെർട്ട് ചെയ്തു, പുതിയ വാല്യൂ ഇൻസെർട്ട്. ഇങ്ങനെ സ്റ്റാക്ക് എത്രയാ, ടോപ്പ് ഏതുവരെ എത്തുന്നവരെ, n-1 എത്തുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം, പുഷ് ചെയ്യാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, പുഷ് ചെയ്യാൻ പറ്റൂല. അതുപോലെ പോപ്പ് ചെയ്യുന്നത് എങ്ങനെ, നമുക്ക് ഇങ്ങനെ പോപ്പ് ചെയ്ത് വരാം. ഏതുവരെ പോപ്പ് ചെയ്യാം, -1 ആകുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം, പോപ്പ് ചെയ്യാം. -1 ആയാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂല, പോപ്പ് ചെയ്യാൻ പറ്റൂല. ദിസ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് സ്റ്റാക്ക്. ഓക്കെ, താങ്ക് യു. നിങ്ങൾ എല്ലാവർക്കും പിന്നെ മനസ്സിലായി എന്ന് വിചാരിക്കണോ. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പിന്നെ ഈ 3 കാര്യം വളരെ ഡയറക്റ്റ് ആയിട്ടാണ് വരിക. ഒന്നുകിൽ എന്താണ് സ്റ്റാക്ക്, അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറഞ്ഞ ഒരു സ്റ്റാക്ക് ഓഫ് പ്ലേറ്റ്, അല്ലെങ്കിൽ ഒരു സ്റ്റാക്ക് ഓഫ് CD. നമ്മൾ CD പിന്നെ സ്റ്റോർ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടാണ്. ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് സ്റ്റാക്ക് അല്ലെ. ഒരു പിന്നെ നടുവിലൊരു വലിയൊരു സ്റ്റാൻഡ്, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, CD-കൾ ഇങ്ങനെ ഇട്ടു. ദാറ്റ് ഈസ് ഇറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ സ്റ്റാക്ക്. ചിലപ്പോൾ നമുക്ക് പിന്നെ പരീക്ഷയ്ക്ക് അങ്ങനെ റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ച് എന്ത് ചെയ്യും, അങ്ങനത്തെ ഒരു പിന്നെ ഇതിലൊക്കെ പുതിയ CD അല്ലെങ്കിൽ പുതിയൊരു പ്ലേറ്റ് ഇൻസേർട്ട് ചെയ്യാനുള്ള അൽഗോരിതം എഴുതാൻ പറയും. ദാറ്റ് ഈസ് ആസ്കിങ് ഫോർ പുഷ് ഓപ്പറേഷൻ. അല്ലെങ്കിൽ എന്താ, അത്തരത്തിലുള്ള ഒരു സ്റ്റാക്ക് ഓഫ് പ്ലേറ്റ് എന്ന് ഒരു പ്ലേറ്റ് റിമൂവ് ചെയ്യാനുള്ള അൽഗോരിതം എഴുതാൻ പറയും. ദാറ്റ് ഈസ് എന്താ, അൽഗോരിതം ഫോർ പോപ്പ് ഓപ്പറേഷൻ എഴുതുന്നത്. ഡയറക്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് വല്ല ചോദ്യം റിയൽ ലൈഫ് എക്സാമ്പിളുമായിട്ട് കണക്ട് ചെയ്തിട്ട് ചോദ്യങ്ങൾ ചോദിക്കും. ഓക്കെ, അപ്പോൾ അതിൽ ഒന്ന് സ്റ്റാക്ക് എന്താണ്, സ്റ്റാക്കിലുള്ള ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്, പുഷ് പോപ്പ് പറഞ്ഞു. പിന്നെന്താ, പിന്നെ സ്റ്റാക്ക് ഓവർഫ്ലോ കണ്ടീഷനും സ്റ്റാക്ക് അണ്ടർഫ്ലോ കണ്ടീഷനും പറഞ്ഞു. ഓവർഫ്ലോ അറിയാലോ, സ്റ്റാക്ക് ഫുള്ളാണ്, വീണ്ടും ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. അണ്ടർഫ്ലോ എന്താണ്, സ്റ്റാക്ക് കാലിയാണ്, വീണ്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാക്കിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ക്യൂ ലിങ്ക് ലിസ്റ്റ്, ഈ 3 ടോപ്പിക്കിന്നേ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുള്ളൂ. ഇറ്റ് വിൽ ബി ക്ലിയർ. വേറെ കുറേ കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും വരാൻ സാധ്യത ഇല്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും പഠിക്കുക, എല്ലാവരും ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.